ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളി കുഞ്ഞിപ്പത്തിലിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഞങ്ങളുടെ വയനാട്ടിൽ ഏറ്റവും നല്ല പ്രധാനപ്പെട്ട നല്ല അടിപൊളിയായിട്ടുള്ള ഞങ്ങളെപ്പോഴും തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. വളരെ എളുപ്പത്തിലും തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളിയാണിത്. കുഞ്ഞിപ്പത്തിൽ എന്നാണ് ഞങ്ങളിവിടെ പറയുന്നത്. ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും പറയുന്നത്. കുഞ്ഞിപ്പത്തിരി എന്ന് പറയുന്നവരുണ്ട്, കുഞ്ഞിപ്പത്തൽ എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ ഞങ്ങളിവിടെ കുഞ്ഞിപ്പത്തിൽ എന്നാണ് പറയുന്നത്. അപ്പം എങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഈ കുഞ്ഞിപ്പത്തിൽ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ നമ്മുടെ വീട്ടിൽ തന്നെ പൊടിപ്പിച്ചെടുത്തിട്ടുള്ള പൊടിയാണ് കേട്ടോ. പുഴുങ്ങലരിയും പച്ചരിയും കൂടെ ഞാനിവിടെ വീട്ടിൽ തന്നെ കഴുകിയെടുത്തിട്ട് അത് മില്ലിൽ കൊണ്ടുപോയിട്ട് നമ്മൾ പൊടിപ്പിച്ചെടുത്തതാണ് കേട്ടോ. നിങ്ങൾക്ക് വീട്ടിൽ പൊടിപ്പിച്ച പൊടിയാണെങ്കിലും കുഴപ്പമില്ല, ഇനിയിപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്ന പൊടിയാണെങ്കിലും കുഴപ്പമില്ല. എങ്ങനത്തെ പൊടിയാണെങ്കിലും നമ്മുടെ ഈ കുഞ്ഞിപ്പത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ കറക്റ്റ് രീതിയിൽ തന്നെ നല്ലതുപോലെ റെഡിയാവും. ഇനിയിപ്പോൾ ഇതാ നമ്മൾ നൂൽപുട്ടിനൊക്കെ കുഴയ്ക്കുന്ന രീതിയിൽ നല്ല തിളച്ച വെള്ളം വേണം എടുക്കാൻ വേണ്ടിയിട്ട്. നല്ലതുപോലെ തിളച്ച് മറിഞ്ഞ വെള്ളത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ചായി നമുക്ക് പൊടിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതുപോലെ ഇങ്ങനെ കുഴച്ചെടുക്കാം. ഞാൻ ഇവിടെ പൊടിയിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അങ്ങനെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഈ രീതിയിൽ ഞാനിവിടെ കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് രണ്ട് കൈയും ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കണം. നമ്മൾ ഓവറായിട്ട് വെള്ളം ചേർക്കരുത്, കാരണം ഓരോ പൊടിൻ്റെ ഇതുപോലെ ഇരിക്കും. നമ്മൾ നല്ലതുപോലെ വീട്ടിലൊക്കെ ഇപ്പോൾ പൊടിപ്പിച്ചെടുക്കുന്ന പൊടിയാണെങ്കിൽ പുഴുങ്ങലരി നമ്മൾ കൂടുതലായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പം നമ്മൾ ആദ്യം തന്നെ മൊത്തത്തിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇത് പരത്തിയെടുക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പം കുറച്ചായി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കൈ കൊണ്ടിങ്ങനെ നോക്കുമ്പോൾ മനസ്സിലാവും. കയ്യിലൊട്ടി പിടിക്കാത്ത രീതിയിലാണെങ്കിൽ അത് കറക്റ്റായ രീതിയിലായിരിക്കും. ഇനിയിപ്പോൾ ഇതാ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ലതുപോലെ നമ്മൾ പത്തിരിക്കൊക്കെ കുഴയ്ക്കുന്ന പത്തിരിക്ക് നൂൽപ്പുട്ടിനൊക്കെ കുഴയ്ക്കുന്ന രീതിയിൽ നല്ലതുപോലെ തന്നെ ഇത് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന, അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പി കൂടിയാണ്. ഇനിയിപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും സ്കൂളൊക്കെ തുറക്കുന്ന ടൈമായിട്ടുണ്ട്. അന്നേരം നമുക്ക് രാവിലെ ചിലപ്പം പെട്ടെന്ന് എല്ലാ പണികളും കൂടി ഒന്നിച്ച് ചെയ്യാനാവില്ല. അപ്പോൾ നമ്മൾ രാത്രി ഇതേപോലെ പരത്തി ഇതേപോലെ റെഡിയാക്കി വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമുക്ക് പണി എളുപ്പമായിരിക്കും കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് നമ്മൾ സെറ്റാക്കി എടുക്കേണ്ട കാര്യം മാത്രമേ ഉണ്ടാവുള്ളൂ. വളരെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇതാ ഞാനിവിടെ നല്ലതുപോലെ തന്നെ പരത്തി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ഇതേപോലെ നമ്മളിങ്ങനെ ചെറിയൊരു ബൗളായിട്ട് എടുക്കണം. എന്നിട്ട് നമ്മൾ ഇതേപോലെ ചെറുതായിട്ട് ഇങ്ങനെ പരത്തിയിട്ട് നമ്മൾ ഈ പത്തിലിൻ ചെമ്പിലേക്ക്, നമ്മൾ ഈ ആവിക്ക് വെക്കുന്ന ഈ ചെമ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ചില സ്ഥലങ്ങളിൽ കുറച്ച് കട്ടിയിൽ പരത്തിയെടുക്കുന്ന കാണാം. കട്ടിയിൽ പരത്തിയിട്ട് അതിന് നടുക്കൊരു കുഴി പോലെ ആക്കിയിട്ട് അങ്ങനെ ഇടുന്നവരുണ്ട്. പക്ഷേ ഞാനിവിടെ വളരെ ചെറുതായിട്ടാണ്, കനം കുറച്ച് വളരെ ചെറുതായിട്ടാണ് ഞാനിവിടെ പരത്തിയിടുന്നത്. ഇവിടെ ഇങ്ങനെയാണ് ഇഷ്ടം. ഞങ്ങളുടെ വയനാട്ടിൽ അധികവും ഈ രീതിയിലാണ് കുഞ്ഞിപ്പത്തിൽ തയ്യാറാക്കിയെടുക്കുന്നത്. കാരണം ഒരു പൊട്ടിൻ്റെ വലിപ്പയിൽ ഇത്രയും പോലും വലിപ്പം ഉണ്ടാവില്ല. നമ്മൾ സാധാരണ ഒരു വലിയ പൊട്ടിൻ്റെ വലിപ്പത്തിലൊക്കെ ഇവിടെ പരത്തിയെടുക്കും. പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാനൊരു മീഡിയം രീതിയിൽ ഇവിടെ പരത്തിയെടുക്കുന്നുണ്ട്. നിങ്ങൾക്കിത് നിങ്ങളുടെ ഇഷ്ടത്തിൽ എങ്ങനെയാണോ നിങ്ങൾക്ക് വേണ്ടത്, കട്ടിയിൽ വേണമെങ്കിൽ അങ്ങനെ പരത്തിയെടുക്കാം. ഞാനിവിടെ കട്ടി കുറച്ച് ഈ രീതിയിലാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എല്ലാം ഇതേപോലെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് പരത്തിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇടയ്ക്ക് കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ വെളിച്ചെണ്ണ കുറച്ച് കയ്യിൽ തടവിയിട്ടുണ്ടെങ്കിൽ ഇത് നല്ല കറക്റ്റായ രീതിയിൽ കിട്ടും. ഇപ്പോൾ ഇതാ എല്ലാം ഞാൻ പരത്തി നമ്മൾ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായി വേവിച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ചിക്കനാണ്. ഞാനവിടെ ചിക്കൻ ഉപയോഗിച്ചിട്ടാണ് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാനിവിടെ എല്ലിൻ്റെ പീസൊക്കെ ചേർത്തിട്ട് കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂണിനും താഴെ ആയിട്ട് ഒരു കുറച്ച് മുളക് പൊടി മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ മല്ലിപ്പൊടി വേണം. കുറച്ച് മല്ലിപ്പൊടിയാണ് അധികമായിട്ട് വേണ്ടത്. അപ്പോൾ ഇതാ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച്, അതായത് 1/4 ടീസ്പൂണിനും താഴെയായിട്ട് നമ്മുടെ മഞ്ഞൾപ്പൊടിയും കൂടെ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അതും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 3-4 പച്ചമുളക്, അത് നമ്മുടെ എരിവിന് ആവശ്യമായ പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ പച്ചമുളകിൻ്റെയും ആ മല്ലിപ്പൊടിൻ്റെയും ടേസ്റ്റാണ് കുറച്ച് മുന്നിലേക്ക് നിൽക്കേണ്ടത്. അപ്പോഴാണ് ഇതിന് നല്ലൊരു കുഞ്ഞിപ്പത്തിന് നല്ലൊരു ടേസ്റ്റ് ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊരു 4 പച്ചമുളക് ഞാനിവിടെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ചിക്കൻ വേവാൻ ആവശ്യമായ 1 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് വേവിക്കാനായിട്ട് അടുപ്പത്ത് വെക്കാം. ഇതിലേക്ക് ഞാനിവിടെ വേറെ ഒന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. തക്കാളിയും ഉള്ളിയും അങ്ങനെയൊന്നും ഇതിലേക്ക് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഞാനിവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ കുഞ്ഞിപ്പത്തിലൊക്കെ നല്ലതുപോലെ ആവി വന്ന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കനും ഇവിടെ വേവിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്.
അടുത്തതായിട്ട് ഞാനിവിടെ ഒരു സവാള കട്ട് ചെയ്തത്, പച്ചമുളക് കട്ട് ചെയ്തത്, കുറച്ച് കറിവേപ്പില ഇത്രയും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ടൊന്ന് വഴറ്റിയെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ മൊത്തത്തിൽ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ഉരുളി പോലത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ സാധാരണ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സവാളയും അതുതന്നെ പച്ചമുളക് അത്യാവശ്യം തന്നെ എടുക്കണം കേട്ടോ. അത്യാവശ്യം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഒരു 3-4 പച്ചമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടി നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങയും വലിയ ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അരച്ചെടുക്കണം. തേങ്ങയും വലിയ ജീരകവും പിന്നെ വലിയ ജീരകം സ്കിപ്പ് ചെയ്ത് തന്നെ ചേർക്കണം കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ആ തേങ്ങയും വലിയ ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടെ നല്ലതുപോലെ അരച്ചെടുത്തത് നമ്മൾ ഈ ഉള്ളിയിലേക്കും പച്ചമുളക് നമ്മൾ ആ വഴറ്റിയതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ആ ചിക്കൻ്റെ മസാലയില്ലേ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ തേങ്ങേൻ്റെ അരപ്പിനെ നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഈ കുഞ്ഞിപ്പത്തിലിനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ നല്ലതുപോലെ വേവിച്ച് എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ കുഞ്ഞിപ്പത്തിലാണ് നല്ലതുപോലെ തണുത്തതിന് ശേഷം വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ അരപ്പിൽ കടന്നിട്ട് നമ്മുടെ ഈ കുഞ്ഞിപ്പത്തിൽ നല്ലതുപോലെ അതിൻ്റെ ആ ഗ്രേവിയൊക്കെ നല്ലതുപോലെ പിടിച്ച് നല്ല തിക്കായിട്ട് കിട്ടണം. അപ്പോഴാണ് ഇതിന് നല്ല കറക്റ്റായിട്ടുള്ള ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നല്ലതുപോലെ പിന്നെ ഒന്ന് നല്ല സെറ്റായിട്ട് കിട്ടണം. നമ്മൾ ഈ തേങ്ങ അരക്കുന്നതിൻ്റെ കൂടെ ഒറ്റൊരു ഗ്രാമ്പും കൂടി ചേർക്കണം കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം തേങ്ങയിൽ വലിയ ജീരകവും ഗ്രാമ്പും മഞ്ഞൾപ്പൊടിയും കൂടിയാണ് ചേർക്കേണ്ടത് കേട്ടോ. ഗ്രാമ്പ് വിട്ടു പോകരുത്. ഒറ്റൊരു ഗ്രാമ്പ് മാത്രം മതി. ഓവറായാലും അതിനൊരു ചൊവ, വല്ലാണ്ട് കൂടിപ്പോയാലും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ആ ഒറ്റൊരു ഗ്രാമ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നല്ലതുപോലെ എല്ലാം കൂടി ഒന്ന് തിളച്ച് നല്ല ആ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. അങ്ങനെ നല്ല തിക്കായിട്ട് കിട്ടുമ്പോഴാണ് ഈ കുഞ്ഞിപ്പത്തലിന് നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് ഈ ചിക്കൻ്റെ കൂടി ആകുമ്പം നല്ല ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ നമ്മുടെ ഈ കുഞ്ഞിപ്പത്തലിലേക്ക് പിടിച്ചിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന, രാവിലെയൊക്കെ ആണെങ്കിലും നമ്മൾ ഇതേപോലെ കുഞ്ഞിപ്പത്തിൽ വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഇതേപോലെ ചാറ് ആക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. വേഗത്തിൽ പണിയും കഴിയും, എന്നാൽ എല്ലാവർക്കും കഴിക്കാനും പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ എല്ലാം ഒന്ന് തിളപ്പിച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ സമയം ഉപ്പിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ നോക്കിയിട്ട് ഈ ഒരു ചാറിലേക്ക് ഇട്ട് കൊടുത്താലും നമ്മുടെ ഈ കുഞ്ഞിപ്പത്തിലേക്കൊക്കെ പിടിച്ചോളും, നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഏകദേശം ഒന്ന് കുറുകി വരുന്നുണ്ട്. കുറുകി നല്ലതുപോലെ തണുത്ത് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏകദേശം നല്ലതുപോലെ തന്നെ ഇങ്ങനെ ചാറൊക്കെ വറ്റി നല്ല റെഡിയായിട്ട് വരുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. പല രീതിയിലും ബീഫ് കൊണ്ടാണെങ്കിലും മട്ടൻ കൊണ്ടാണെങ്കിലൊക്കെ പിന്നെ എന്താ പറയുക, പിന്നെ കുഞ്ഞിപ്പത്തിൽ തയ്യാറാക്കി എടുക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും, എല്ലായിടത്തും. ഇവിടെ ഞങ്ങൾ തയ്യാറാക്കലുണ്ട് കേട്ടോ. പക്ഷേ ഈ ചിക്കൻ ഉപയോഗിച്ചിട്ട് കുഞ്ഞിപ്പത്തിൽ തയ്യാറാക്കിയാൽ നല്ലൊരു ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പം എല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. ഇപ്പോൾ നമ്മൾ മൂടിയൊക്കെ തുറന്ന് നോക്കിയിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞിപ്പത്തലിൻ്റെ ഗ്രേവിയൊക്കെ നല്ല തിക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ പിന്നെ കുറച്ച് സമയം ഇതേപോലെ ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ, ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് മൂടി വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല തിക്ക ഗ്രേവിയോട് കൂടി തന്നെ നല്ല അടിപൊളി ടേസ്റ്റോട് കൂടി തന്നെ നമ്മുടെ കുഞ്ഞിപ്പത്തിൽ ഇവിടെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. കാരണം നമ്മളിതിലേക്ക് ഓവറായിട്ട് എരിവൊന്നും ചേർത്തിട്ടില്ല, പച്ചമുളക് മാത്രം ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് പിന്നെ അധികം എരിവായിട്ടൊന്നും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റും ഉണ്ടാവും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടത്തോടു കൂടി തന്നെ കഴിക്കാൻ വേണ്ടി പറ്റും. ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് അറിയിക്കാൻ നിങ്ങൾ പ്രത്യേകം മറക്കരുത്. നിങ്ങളുടെ കമൻസൊക്കെ കാണുമ്പോഴാണ് ഇനിയും ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പം മറക്കാതെ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അപ്പം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ മറക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള നല്ല അടിപൊളി വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബൈ.